മനു ഭരത്തിലേക്ക് തന്നെയാണ്. മനു, ഇറാന്റെ ആക്രമണം, കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയ ഡ്രോൺ ആക്രമണമൊക്കെ അതിനെ ഒരു ആക്രമണം എന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ഇപ്പോഴിതാ വളരെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നാശം വിതയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയുള്ള ആക്രമണം ഇറാൻ ആരംഭിച്ചിരിക്കുന്നു. അത് സ്വാഭാവികമായും നേരത്തെ തന്നെ കരക്കൂട്ടിയും പ്രതീക്ഷിച്ചിരുന്നതുമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് IDF-ന്റെ വക്താവ് ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയിരിക്കുന്നു. ഡാനിയൽ ഹഗാരി പറയുന്നത് ഈ ആക്രമണത്തിന് തീർച്ചയായും ഇസ്രായേൽ മറുപടി ചോദിക്കും. തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിന് ഉണ്ട്. എല്ലാവർക്കും അതീവ ജാഗ്രത കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ഈ മിസൈൽ ആക്രമണത്തിന് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഞങ്ങൾക്ക് കൃത്യമായ പദ്ധതികൾ ഉണ്ട്, ഞങ്ങൾ അത് നടപ്പിലാക്കും എന്നാണ് കുറിച്ചിരിക്കുന്നത്. നമുക്ക് ഷിജു എന്നൊരു മലയാളി കൂടിയുണ്ട്. ഞാൻ അതിനു മുമ്പ് നമുക്ക് ഈ 8 മരണം എന്നത് സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണോ? 2 തരത്തിലുള്ള ആക്രമണങ്ങളാണ് അഭിലാഷ് നടന്നിട്ടുള്ളത്. ഒന്ന്, അവിടെ ഒരു തീവ്രവാദി ആക്രമണം നടന്നിട്ടുണ്ട് ജാഫയിൽ. അത് ഈ ഇസ്രായേലി ഈ ജാഫ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് അവിടെ ഒരു തീവ്രവാദികളുടെ ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. അതിൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഈ ഷൂട്ടിങ്ങിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ തീവ്രവാദികളെ അവരെ കീഴ്പ്പെടുത്താൻ ഇപ്പോൾ അവിടുത്തെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ പുറത്തുനിന്ന് വന്നിട്ടുള്ള മിസൈലുകളുടെ ഇത്. പക്ഷേ അതിൻ്റെ ആഘാതം എത്രമാത്രമാണ് എന്ന് വ്യക്തമായിട്ടില്ല. എത്രമാത്രം കാര്യക്ഷമമായി അത് തടയാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് എന്തായാലും ഭീകരാക്രമണത്തെ നമുക്ക് യുദ്ധത്തിന്റെ ഭാഗമായി കാണേണ്ടതില്ല. ഷിജുവും ഒപ്പം നിർമ്മൽ എബ്രഹാമും ഇപ്പോൾ ചേരുന്നുണ്ട്. ആദ്യം ഷിജുവിലേക്ക്. ഷിജു, നിലവിൽ ഷിജു ഉള്ള പ്രദേശം എവിടെയാണ്? അവിടം ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലാണോ? ഞാനിപ്പോൾ നിലവിൽ ഉള്ളത്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലവും ഞാൻ ജീവിക്കുന്ന സ്ഥലവും സെൻട്രൽ ഇസ്രായേലിലുള്ള കോദേഷ റോഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് ടെലവീവിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ആക്രമണം നടന്നപ്പോ ഏറ്റവും അധികം, അതായത് നഗരവും കേന്ദ്രവും ഒക്കെ അവിടേക്ക് ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഈ സെൻട്രൽ ഇസ്രായേൽ മുഴുവൻ വ്യാപകമായിട്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ വ്യാപകമായിട്ട് ഇസ്രായേലിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരു ആക്രമണം വരുന്നത്. ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സെൻട്രൽ ഇസ്രായേലിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആക്രമണം വളരെയധികം സമയത്തേക്ക് ബോംബിങ് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾക്ക് ഈ സൈഡിലേക്ക് ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ. അവിടുത്തെ ഈ ഡിഫൻസിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ ഈ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, കാഷ്വാലിറ്റി ആയിട്ട് നിലവിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഒരാൾ മരിച്ചു. ജെറിക്കോയിൽ നിന്നുള്ള ഒരു വ്യക്തി ആണ്, പാലസ്തീൻ ജെറിക്കോയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. ഒരാളുടെ മരണം മാത്രമാണ് ഏകദേശം. അത് ഈ ആക്രമണത്തിലാണോ? കാരണം ഈ ഒരു തീവ്രവാദി ആക്രമണവും നടന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ടാണ്. തീവ്രവാദി ആക്രമണമല്ല, തീവ്രവാദി ആക്രമണത്തിൽ അത് ടെലവീവിൽ നടന്ന തീവ്രവാദി ആക്രമണം അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഈ ഇപ്പൊ ഉണ്ടായ മിസൈൽ ഇറാൻ നടത്തിയ ആക്രമണത്തിലാണല്ലേ? ഇറാൻ നടത്തിയ ഈ ജാഫ എന്ന് പറയുന്ന മേഖല അറിയാമോ ഷിജുവിന്? അറിയാം, തീർച്ചയായും അറിയാവുന്ന സ്ഥലമാണ്. അവിടെയും ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് റിപ്പോർട്ടുകളുണ്ട്. സ്ഫോടനങ്ങൾ ഒരിടത്ത് മാത്രമല്ല, ഇസ്രായേലിന്റെ എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് തന്നെ അറ്റാക്കുകളെ. ഞങ്ങൾക്ക് കിട്ടിയ അലർട്ട് അനുസരിച്ച് ഏകദേശം 2000-ഓളം മിസൈൽ അറ്റാക്കുകൾ ഒരേ സമയത്ത് തന്നെ, അതായത് അരമണിക്കൂറിനുള്ളിൽ നടന്നേക്കുന്ന 2000-ഓളം മിസൈൽ അലർട്ടുകൾ വന്നിട്ടുണ്ട്. 2000-ഓളം പ്രദേശത്തുനിന്നുള്ള അലർട്ടുകൾ. നമുക്ക് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഹോം ഫ്രണ്ട് കമാൻഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതുവഴിയായിട്ട് അലർട്ട് വരും, സൈറൻ. അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ബോംബ് അറ്റാക്ക് നടന്നിട്ടുള്ളത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അതുവഴി വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്ന 2000 അറ്റാക്കുകളാണ്, 2000 അലർട്ടുകളാണ് ഈ അരമണിക്കൂറിനുള്ളിൽ. തീർച്ചയായും. അതായത് ഷിജു ഇത്തരത്തിൽ ഷിജുവും ഈ സ്ഫോടന ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ കാണുകയോ ഒക്കെ ചെയ്തിരുന്നോ? പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചത് സുരക്ഷിതമായ ഇടത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അണ്ടർഗ്രൗണ്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ആശങ്കപ്പെടുത്താനല്ല ഞാൻ ചോദിക്കുന്നത്.
അത്യാവശ്യ റൂമിലേക്ക് ഞങ്ങൾ മാറാനുള്ള സമയം ഉണ്ടായിരുന്നു. കാരണം ഓരോ അറ്റാക്കിനും തൊട്ട് മുമ്പ് 1 മിനിറ്റ് 30 സെക്കൻഡ്സ് ഇതിനു മുമ്പ് അലേർട്ടും അതുപോലെ തന്നെ സൈറനും ഉണ്ടായിരുന്നു. എല്ലാ മൊബൈൽ ഫോണുകള്, അതുപോലെ തന്നെ ടെലിവിഷൻ ചാനലുകൾ അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള സൈറനും ഉണ്ടായിരുന്നു. നമുക്ക് സേഫ്റ്റി റൂമിലേക്ക് മാറാനുള്ള സമയം കിട്ടിയിരുന്നു. പക്ഷെ ഷാർപ്പ്നെസ് അതിന്റെ ഭാഗങ്ങൾ പതിച്ച് ഇപ്പോ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഗ്ലാസുകളെല്ലാം തകർന്ന് അവിടെയുള്ളവരെല്ലാം ഭയപ്പെട്ടുണ്ട്. ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ അതിന്റെ പാർട്ടുകൾ, മിസൈലിന്റെ പാർട്ടുകൾ പലയിടത്തും പതിച്ചായിട്ട് കുറച്ചു നേരത്തേക്ക് ഒരു പെയ്ഡ് അന്തരീക്ഷം തന്നെയായിരുന്നു. 1 മണിക്കൂർ നേരത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ഫോടന ശബ്ദങ്ങളും അതുപോലെ തന്നെ സൈറൻ, അതിനുശേഷം ഫയറും ആംബുലൻസും പോകുന്ന ശബ്ദങ്ങൾ. അപ്പൊ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് സംഭവിച്ചു എന്നുള്ള തോന്നുന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയത്. തീർച്ചയായും ഷിജു, ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങളും മനസ്സോടെയാണ് ഷിജുവിനെ പോലുള്ളവരെ വിളിക്കുന്നത്. കാരണം അവിടുത്തെ ഒരു സാഹചര്യം അതാണ് ഞാൻ ചോദിച്ചത്. അതായത് ഇത് മലയാളികളായ പ്രേക്ഷകർ കേൾക്കുന്നു. ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതൊന്നും മറച്ചു വെക്കാനാവില്ല. വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതായത് സുരക്ഷിതമാണ് എന്ന് കുടുംബത്തോട് സധൈര്യം പറയാമല്ലോ അല്ലെ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങള് ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ വാട്സപ്പ് വഴിയായിട്ട് കണക്ട് ചെയ്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നു. എല്ലാ മലയാളികളും സേഫ് ആണ്. എല്ലാ മലയാളികൾക്കും നിലവിൽ നമുക്ക് അറിയാവുന്ന എല്ലാ മലയാളികളും സേഫ് ആണ്. ശരി, അതാണ്. ഒരു അപകടം പോലും ആരുടെയും ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരിടത്തുനിന്ന്. എംബസി എന്തെങ്കിലും മെസ്സേജ് നൽകുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് ലഭിക്കാനുള്ള സമയമായോ? തന്നിരുന്നു. എംബസി ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് അലേർട്ട് മെസ്സേജ് വന്നിരുന്നു എംബസിയുടെ ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ നമ്മുടെ കോൺസുലേറ്റിൽ നിന്ന് ശ്രീധർ സാർ നേരിട്ട് അത് മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എല്ലാവരും അലർട്ടായിട്ടിരിക്കുക എന്നുള്ള മെസ്സേജുകൾ വന്നിരുന്നു. അത് കമ്മ്യൂണിറ്റി അറിയിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഏരിയയിലുള്ള കമ്മ്യൂണിറ്റി അറിയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. കൃത്യമായുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു എംബസിയുടെ ഭാഗത്തുനിന്ന്. ശരി ഷിജു, പൊതുവേ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ പോലെ ഒരു രാജ്യത്തിന് അങ്ങനെ സ്വദേശിയെന്നോ വിദേശിയെന്നോ ഒന്നും നോക്കാറില്ല. ഒരു അപകടമുണ്ടായാൽ ആരിലേക്കും വളരെ പെട്ടെന്നൊക്കെ എത്തുമെന്നാണ് എൻ്റെ അറിവ്. അത് ശരിയാവണമെന്നില്ല. അപ്പോൾ ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ബന്ധപ്പെടാൻ ആ സർക്കാരിന്റെ സംവിധാനമുണ്ടോ? ഒപ്പം എംബസിയുടെ സംവിധാനമുണ്ടോ? എംബസിയുടെ സംവിധാനം, എംബസി ഓരോ ഏരിയയിലും ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്താണ് നിൽക്കുന്നത്. അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ കൃത്യമായിട്ട് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ സംവിധാനങ്ങളും ഫോറിൻ വർക്കേഴ്സിന് മാത്രമായിട്ട് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളുള്ള രാജ്യമാണ്. എല്ലാ ഫോറിൻ വർക്കേഴ്സിനും കണക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഇൻഫർമേഷൻ കൈമാറുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പറുകൾ എല്ലാം തരുന്നുണ്ട്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഷിജുവിനെ പോലെയുള്ളവരുടെ ബന്ധുക്കൾ, മലയാളികൾ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. എല്ലാവരും സുരക്ഷിതർ, മലയാളികൾ സുരക്ഷിതർ എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തരം ആക്രമണ സാധ്യതയൊക്കെ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അത്തരം അലർട്ടുകളൊക്കെ വളരെ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പ്രതികരിക്കുന്ന മലയാളികൾ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉറ്റവരോ ഉടയവരോ ഒന്നും ഈ ഘട്ടത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുകൂടി ഞങ്ങൾ ആവർത്തിക്കട്ടെ.